ശേഷമുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള പടയൊരുക്കമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. വേറൊന്നുമല്ല, നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നും ബാംഗ്ലൂർ വരയ്ക്ക് ഒരു കുട്ടി യാത്ര, അത് നമ്മുടെ കാറിൽ. അപ്പം ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസും അതോടൊപ്പം ഉണ്ടായ എക്സ്പെൻസും എത്രയൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. സോ ഗായ്സ്, നമുക്കപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തുടങ്ങാം. ഞങ്ങളിപ്പോൾ കറക്റ്റായിട്ട് നാഗർകോവിൽ ഭാഗത്തെ ഒരു ഹോട്ടലിലാണ് എത്തിയിട്ടുള്ളത്. ഈ ഹോട്ടലിന് പഴയൊരു കഥ കൂടിയുണ്ട് കേട്ടോ. ഞാനിവിടെ നാഗർകോവിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാം ടൈമിലൊക്കെ വന്ന് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. പതിവായിട്ട് ഇവിടെ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു. ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ അന്വേഷിച്ച് വന്ന് ഈ ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നാം തരം ഒരു ചോയ്സാണ്. ഒരു മസാല ദോശയും 2 ഗീ റോസ്റ്റും പിന്നെ ഒരു സെറ്റ് പൂരി ഭാജിയും കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഞങ്ങൾ. എൻ്റെ ഈ വീഡിയോ എടുക്കൽ കാരണം അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. സോ ഗായ്സ്, ഞങ്ങളപ്പോൾ അറ്റാക്ക് ചെയ്യട്ടെ. കഴിച്ചിട്ട് ഞങ്ങൾ അതിനുശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം. യാത്ര തിരിക്കാൻ സമയത്ത് ചോര കണ്ടിട്ടിറങ്ങിയ യാത്രയായിരുന്നു. പുല്ല് പറയാനും പറ്റുന്നില്ല. ചോരയൊക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. അതാ എൻ്റെ വിരൽ സെൻറ്റർ ഭാഗത്ത് എൻ്റെ ഫിംഗർ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലേഡ് കൊണ്ടിട്ട്. എന്നിട്ട് വലിയ കാര്യത്തിൽ ബാൻഡേഡൊക്കെ കിട്ടിയിട്ടാണ് ഇറങ്ങി വന്നത്. ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് ആ വിഷയമേ ഓർമ്മ വന്നത്. എന്നാലും ഞാൻ കഴിക്കാനൊക്കെ നല്ല പാടുപെട്ട് കഴിക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത്. ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ വെച്ചുകൊണ്ടിരിപ്പുണ്ട്, ചിരിച്ച് കാണിക്കുന്നു. സോ ഗായ്സ്, നമുക്കിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഒരു സ്നാക്സ് ഷോപ്പുണ്ട്. അപ്പോൾ ഇനി കുറച്ചധികം നമ്മളിങ്ങനെ ഇരുന്നങ്ങ് പോകാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് സ്നാക്കൊക്കെ വാങ്ങാമെന്ന് എഴുതി കയറിയിട്ടുണ്ട്, വാങ്ങി. അങ്ങനെ ഇതാ സന്തോഷത്തോടു കൂടെ ഞങ്ങളിതാ ഫസ്റ്റ് സ്റ്റോൾ കൊടുക്കാനായി തയ്യാറായി നിൽക്കുകയാണ് ഗായ്സ്. നേവിയാണെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. പഴയ നേവിക്കാർക്കൊന്നും ഇവിടെ ഒരു വിലയുമില്ല മക്കളെ. പിന്നെ ഞങ്ങൾ കാർഡിൽ റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടിനി മൊത്തം ടോളല്ലേ, പിന്നെ ടോള് കൊടുത്ത് പോകേണ്ടി വരും. അപ്പോൾ പിന്നെ ഞങ്ങളത് റീചാർജ് ചെയ്യാമെന്ന് കരുതി അവിടെ നിന്ന് തന്നെ റീചാർജും ചെയ്ത് പോവാണ് ഗായ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളൊരു 2500 അറൗണ്ട് ചെയ്ത് ടോളിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗായ്സ്, ഇവിടുന്ന് ബാംഗ്ലൂർക്ക് 600 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഗായ്സ്. നമ്മൾ തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആദ്യമൊക്കെ ഞങ്ങൾ നല്ല ഉഷാറോടുകൂടി ബോർഡുകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് വരികയാണ് ഗായ്സ്. ഒരിടവും ഇപ്പോൾ എത്തില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞങ്ങൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഫൈനലി ഞങ്ങൾ കവർ ചെയ്തിരിക്കുകയാണ് ബാംഗ്ലൂർ 261 ടു മോർ. നൈറ്റ് ആകുന്നതിന് മുന്നേ ഞങ്ങൾ കുറേ കവർ ചെയ്ത് പോകണമെന്ന് കരുതി അങ്ങനെ ഓടി എത്തി. ലഞ്ച് കഴിച്ചില്ല ഗൈസ്, ലഞ്ച് കഴിക്കാൻ മറന്നുപോയി. ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട്. ലേശം ടയർഡ്നെസ്സൊക്കെ എല്ലാവരുടെ മുഖത്തുമുണ്ട്, അത് കാണാൻ നല്ലോണം ഉണ്ട്. മെനു കാർഡൊന്നും നോക്കാനുള്ള സാവകാശമൊന്നുമില്ല, എന്തെങ്കിലും കിട്ടിയാൽ മതി ഇത് കഴിക്കാനെന്നുള്ള അവസ്ഥയ്ക്കാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഫോൺ തിരിച്ചു വാങ്ങിയതിൻ്റെ വിഷമത്തിലാണ് എൽസി ഇരിക്കുന്നത്. എന്നാലും വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരു ഹായൊക്കെ പറയുന്നുണ്ട്. വിശപ്പ് കൂടിയിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരമാണ്, അടിയായി. അങ്ങനെ ഗായ്സ് അംഗം കുറിക്കാനുള്ള ഐറ്റംസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അംഗം കുറിച്ചിട്ട് തിരിച്ചു വരാം. ഹോട്ടൽ മൊത്തത്തിലൊരു നല്ലൊരു വൈബാണ് കേട്ടോ. എല്ലാ ഭാഗത്തുള്ള ഫുഡൊക്കെ ഉള്ള രീതിക്കാണ് അത് ഇവർ ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട് ഹോട്ടൽ കാണാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തതാണ് വീഡിയോ. പിന്നെ ഞങ്ങൾ കുറച്ചധികം ആയില്ലേ കാറിനകത്ത് ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നിട്ട് കുറച്ച് ഇവിടെ ഇറങ്ങിയൊക്കെ നിന്ന് ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിട്ട് പതുക്കെ പോകാമെന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇവിടം വരെ വന്നെത്തുന്നതിന് ഫ്യൂവലിന് 5000 റൗണ്ട് ചെയ്തിട്ടാണ് ആയിട്ടുള്ളത്. 4000 സംതിങ് അങ്ങനെയാണ്, 5000 റൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ടോളും ഫുഡും. My father told me I was timid child. At school they said I had no style. I was dreaming to be those cool kids, but I come to fucked up my whole teenage life. കയറ്റിയ എനർജിയുടെ ലെവലാണ് ഗായ്സ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശേഷം സ്ക്രീൻ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കാണ്. ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഗായ്സ്, ഉറങ്ങിപ്പോയി. അറിഞ്ഞ കണക്കിൻ്റെ സൂചന വെച്ചിട്ടൊരു 12:30 ആയിട്ടുണ്ടാവും ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയിട്ട്. ഗൈസ് ഇത് മോർണിംഗ് ആണ്. ഞാൻ മോർണിംഗ് എഴുന്നേറ്റ് വീടും പരിസരമൊക്കെ ഒന്ന് നോക്കുന്നതാണ്, ഫ്ലാറ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഫ്രണ്ട് ഹാളിൽ നിന്ന് വരുന്ന ബാൽക്കണിയിലെ വ്യൂ പോയിൻ്റ് ഇത്.
അടിപൊളിയാണ് കാണാനായിട്ട്, നല്ല രസമുണ്ട്. സോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ശേഷം വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.